ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഉറ്റ സുഹൃത്തുക്കളാണ്. അത് എല്ലാ കാര്യത്തിലും, യുദ്ധത്തിനാണെങ്കിലും ശരി, സന്ധിക്കാണെങ്കിലും ശരി, അടിച്ച് പിരിയാനാണെങ്കിലും ശരി, രണ്ടുപേരും ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് പുതിയ വാർത്തകൾ. നമുക്കറിയാമല്ലോ, രണ്ട് രാജ്യങ്ങളും ചേർന്ന് ഇറാനെതിരെ കഴിഞ്ഞ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്. അതിനു മുമ്പ് ഒരു 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് രണ്ടുപേരും ഉദ്ദേശിച്ച നിലയിലല്ല കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം രണ്ടുപേരും നിരന്തരം ഫോണിൽ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുന്ന സമയത്തൊക്കെ നേരിട്ട് കാണും. പക്ഷേ ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ട്രംപും നെതന്യാഹുവും കൂടി ഫോണിൽ സംസാരിച്ച് രണ്ടുപേരും കൂടി അടിച്ച് പിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇപ്പോൾ നെതന്യാഹുവിനെ അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ട്രംപുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുടി വരെ കത്തിപ്പോകുന്ന തരത്തിലുള്ള ദേഷ്യത്തിലായിരുന്നു നെതന്യാഹു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് എന്തോ രണ്ടുപേരും കൂടി പറഞ്ഞുടക്കി. കഴിഞ്ഞ ഞായറാഴ്ച ഈ രണ്ട് നേതാക്കളും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ട് ഇറാനെ നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. അതിനുശേഷം ട്രംപ് നടത്തിയ പ്രസ്താവനയും നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഞങ്ങൾ അവരുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ആ ഡീൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്ത് വളരെ മോശമായിരിക്കും, ആ ഒരു രീതിയിലൊരു ഭീഷണി സ്വരത്തിലാണ് ട്രംപ് പറഞ്ഞത്. ഇതേ ട്രംപ് ചൊവ്വാഴ്ച വീണ്ടും നെതന്യാഹുവുമായിട്ട് ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ സംഭാഷണത്തിലാണ് രണ്ടുപേരും കൂടി അടിച്ചു പിരിഞ്ഞത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഞായറാഴ്ചത്തെ ഫോൺ സംഭാഷണത്തിനിടയിലും, ഞായറാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയും ഫോൺ സംഭാഷണത്തിനിടയിൽ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായി. ഇപ്പോൾ അമേരിക്കൻ ട്രംപ് ഭീഷണിപ്പെടുത്തിയല്ലോ, ഒരു ഡീലിന് വേണ്ടി ശ്രമിക്കുന്നു, ആ ഡീൽ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായി കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതായത് ഖത്തർ, സൗദി, UAE ഇവരും പാകിസ്ഥാനും ട്രംപിനെ സമീപിച്ചു. ഇപ്പോൾ പാകിസ്ഥാൻ ഇറാനിലേക്ക് നേരിട്ട് പോയി, പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി നേരിട്ട് പോയി ഒരു സമാധാന സന്ധി ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ കൂടാതെ ഖത്തർ, സൗദി, UAE ഇവരെല്ലാം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളാണല്ലോ. ഇവരെല്ലാം തന്നെ ട്രംപിനെ ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകരുത്, ഒരു വലിയ രീതിയിലുള്ള ആക്രമണം നടത്തരുത്, പകരം ചർച്ചയിലൂടെ നയതന്ത്രപരമായ പരിഹാരം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം, അതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്, അത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നുള്ളൊരു നിർദ്ദേശം ട്രംപിന് മുൻപിൽ വെച്ചു. അപ്പോൾ ഇതിന് ശേഷമാണ് ട്രംപിന് മനംമാറ്റം ഉണ്ടായത്. ഇക്കാര്യം ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സംസാരിച്ചു. മണിക്കൂറുകളോളം ആ ഫോൺ സംഭാഷണം നീണ്ടു. ആ ഫോൺ സംഭാഷണത്തിലുള്ള രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ് കാണണം, അല്ലെങ്കിൽ തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം ട്രംപ് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ് എന്ന് നെതന്യാഹുവിനോട് പറഞ്ഞു. പക്ഷേ നെതന്യാഹു അത് അംഗീകരിക്കാൻ തയ്യാറല്ല. നെതന്യാഹുവിൻ്റെ നിലപാടനുസരിച്ച് നമ്മൾ ഒന്ന് പിന്നോട്ട് പോയാൽ, ഒന്ന് ഡിലേ ചെയ്താൽ അത് ഇറാന് കാര്യങ്ങൾ അനുകൂലമാക്കും. ഇപ്പം നിലവിൽ തന്നെ ഇസ്രയേലും അമേരിക്കയും നയതന്ത്ര തലത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ കടുത്ത സമ്മർദ്ദം ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെ മേൽ ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളൊരു ശക്തമായ തിരിച്ചടി ഉണ്ടായില്ല എങ്കിൽ അത് ഇറാന് സഹായകരമാകുള്ളൂ, നമ്മുടെ പരിപാടികൾ നടക്കില്ല. കാര്യം ഞായറാഴ്ച ഇവർ തമ്മിൽ ഉണ്ടാക്കിയ ഡീല് പ്രകാരം പുതിയ ആക്രമണ പദ്ധതി ട്രംപ് ആസൂത്രണം ചെയ്ത്, അതിനൊരു പേര് വരെ ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ പേര് ഓപ്പറേഷൻ സ്ലഡ്ജ് ഹാമർ എന്നാണ്. അപ്പോൾ ഈ പദ്ധതി ഉടനെ നടപ്പിലാക്കണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്നാണ് നെതന്യാഹു വാദിച്ചത്. കാരണം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൽ നിന്ന്, ഇസ്രയേൽ ഭരണകൂടത്തിൽ നിന്ന് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മേലുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ട്രംപിനെ വലിയ രീതിയിലുള്ള പ്രഷർ ചെലുത്താൻ നോക്കിയത്. എത്രയും പെട്ടെന്ന് യുദ്ധം പുനരാരംഭിക്കണമെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ തരത്തിൽ, അതായത് ഒരു തരത്തിലുള്ള ഡിലേ ഉണ്ടാകാൻ പാടില്ല, അത് അങ്ങനെ ഉണ്ടായാൽ അത് വലിയൊരു മിസ്റ്റേക്കാണ്. നമ്മൾ എന്താണോ പദ്ധതി തയ്യാറാക്കിയ അതുപ്രകാരം തന്നെ യുദ്ധവുമായി അല്ലെങ്കിൽ ആക്രമണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇനി ഒരു നയതന്ത്ര തലത്തിലുള്ള പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതും പരീക്ഷിക്കണം, അതും പരിഗണിക്കണമെന്ന നിലപാടാണ് ട്രംപ് ഇപ്പോൾ എടുത്തത്. അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാതെ പോയത്, അല്ലെങ്കിൽ ചർച്ച അലസിപ്പിരിഞ്ഞു പോയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ
ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി വൈറ്റ് ഹൗസിനെ സമീപിച്ചു. അപ്പോൾ വൈറ്റ് ഹൗസ് വക്താക്കൾ പറയുന്നത് ഈ രണ്ട് നേതാക്കളും തമ്മിൽ അഭിപ്രായ ഭിന്നത അത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. ഇതിനു മുമ്പും പ്രത്യേകിച്ച് യുദ്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ രണ്ട് നേതാക്കളും നേരത്തെയും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പുതിയ ഈ സംഭവ വികാസത്തിന് ശേഷം എന്താണ് രണ്ടുപേരുടെ നയം എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഇങ്ങനെയാണ്. അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നയാളാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഞാനും അയാളുമായിട്ട് വലിയ ഭിന്നതകളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ട്രംപ് ഇപ്പോഴും ഒരു വ്യക്തത വരുത്തുന്നില്ല. പക്ഷേ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതേപടി ചെയ്യുന്നയാളാണ് ബെഞ്ചമിൻ നെതന്യാഹു. പിന്നെ ഈ കാര്യത്തിലൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകാനായിട്ടുള്ള അവസാനവട്ട ശ്രമങ്ങളും ഞാൻ നടത്തും. കാരണം അതിൻ്റെ പേരിൽ ജീവനുകൾ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ സാധാരണക്കാർ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാടാണ് ട്രംപ് ഈ കാര്യത്തിൽ പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കയും ഇസ്രയേലും ഇറാന് മേൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെങ്കിലും അതിൽ ട്രംപിന് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ഇസ്രയേലിന് താല്പര്യമുണ്ട്. കാര്യം ഇസ്രയേൽ ലെബനനിലടക്കം ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ളയെ നേരിടുന്നതിന് വേണ്ടി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാനിൽ വലിയ രീതിയിലുള്ള കാര്യം, ഇറാൻ ഇപ്പോൾ നിലവിലെ അമേരിക്കയ്ക്ക് പ്രതികൂലമായൊരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. ഇത് മനസ്സിലാക്കി ഇറാൻ വലിയ രീതിയിലുള്ള നയതന്ത്ര സമ്മർദ്ദം അല്ലെങ്കിൽ വിലപേശൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഇസ്രയേലിനുണ്ട്. അത് ഇതുവരെ തങ്ങൾ ഈ യുദ്ധത്തിൽ നേടിയ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നുള്ളൊരു നിരീക്ഷണമാണ് ഇസ്രയേലിനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശ്വാസം ഇറാന് വേണ്ട, എത്രയും പെട്ടെന്ന് ആക്രമണം പുനരാരംഭിക്കണം എന്നുള്ള കടുത്ത നിലപാടിലാണ് ഇസ്രയേലുള്ളത്. ഒരു പക്ഷേ ട്രംപ് വിസമ്മതം അറിയിച്ചാൽ ഇസ്രയേൽ സ്വന്തം നിലയിൽ ആക്രമണം നടത്താനുള്ള സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല. കാരണം ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ 12 ദിവസം നീണ്ടുനിന്ന ആദ്യ യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രയേൽ ഒറ്റയ്ക്കാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് പുതിയ തീരുമാനവും നയവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച്, ട്രംപിനെ സംബന്ധിച്ച് ഇനി വീണ്ടും ഒരു വലിയ രീതിയിലുള്ള ആക്രമണത്തിന് മുതിരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഉണ്ട്. കാരണം അമേരിക്കൻ പടക്കോപ്പുകളിൽ പകുതിയിലധികം ഇപ്പോൾ തീർന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. കൂടാതെ വലിയ രീതിയിലുള്ള ധനനഷ്ടം അമേരിക്കയ്ക്ക് ഈ കാര്യത്തിലുണ്ടായി. ഈ യുദ്ധസാമഗ്രികൾ നഷ്ടപ്പെട്ടത് കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായി. കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഊർജ്ജ പ്രതിസന്ധി നിലനിൽക്കുന്നു. ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ രീതിയിൽ കുതിച്ചുയരുന്നു. ബാരലിന് $109 വരെ എത്തി. അപ്പോൾ ഈ ഊർജ്ജ പ്രതിസന്ധി അമേരിക്കയും ബാധിക്കുന്നുണ്ട്. അമേരിക്കയിലും വലിയ രീതിയിലുള്ള ഇന്ധന വിലവർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് അവിടുത്തെ ജനങ്ങളുടെയും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിനും രാജ്യത്തിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള സമ്മർദ്ദം നേരിടുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് ട്രംപ് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കുക എന്നുള്ള ചില കാര്യങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ട്രംപ് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിരന്തരം വ്യക്തമാക്കുന്നുണ്ട്, ഈ യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇറാനുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആണിപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ മാത്രമേ യുദ്ധ സാഹചര്യമുള്ളൂ. അപ്പോൾ നിർണായകമായ നയതന്ത്ര നീക്കങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇറാന് മേലിലും വലിയ രീതിയിലുള്ള സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ധാരണ ഉണ്ടാക്കണം. ഇനി എന്താണ് ധാരണ എന്നുള്ള കാര്യത്തിലാണ് ഇനി പ്രശ്നമുള്ളത്. കാരണം അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇറാൻ്റെ കയ്യിലുള്ള സമ്പുഷ്ടീകരിക്കപ്പെട്ട 60% വരെ സമ്പുഷ്ടീകരിക്കപ്പെട്ട ഏതാണ്ട് 400 കിലോയോളം വരുന്ന യുറേനിയം അത് അമേരിക്കയ്ക്ക് കൈമാറണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. പക്ഷേ ഇറാൻ അത് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. ഇറാൻ അത് റഷ്യക്ക് കൈമാറാം എന്നുള്ളൊരു ഉപാധി വെക്കുന്നുണ്ട്. അത് അമേരിക്കയ്ക്ക് സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. രണ്ടാമത്തെ പ്രധാന കടമ്പ, ഇറാൻ ആവശ്യപ്പെടുന്നത് ഈ യുദ്ധത്തിൻ്റെ ഫലമായി അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾക്കും ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടതു മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടത്തിനും അമേരിക്ക നഷ്ടപരിഹാരം നൽകണമെന്നാണ്. അപ്പോൾ ഈ നഷ്ടപരിഹാരം അത് അമേരിക്ക നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല, നൽകില്ല എന്ന് തന്നെയാണ്. പിന്നെ ഇറാൻ്റെ ആവശ്യം, ഞങ്ങൾക്കെതിരെ പ്രഖ്യാപിക്കപ്പെട്ട അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കണം. അതൊരു പക്ഷേ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് പരിഗണിക്കപ്പെട്ടാൽ തന്നെയും അത് ഇറാനെ സംബന്ധിച്ച് വലിയ ധാർമ്മിക വിജയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അത് ട്രംപ് എത്രത്തോളം അംഗീകരിച്ചു കൊടുക്കും എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പിന്നെയുള്ള പ്രധാന സംഗതി, ഈ ഇറാനും അമേരിക്കയും ഒരു കാലത്ത് 1970കളിൽ വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഇറാൻ്റെ കുറേ ആസ്തികൾ, സമ്പാദ്യങ്ങൾ അത്
അമേരിക്ക ഇടപെട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാങ്ക് നിക്ഷേപങ്ങൾ. അപ്പോൾ അതെല്ലാം തന്നെ ഡീഫ്രീസ് ചെയ്ത് അതെല്ലാം ഇറാന് തിരിച്ചു കിട്ടുന്ന ഒരു നിലപാടെടുക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലും ഒരു നടപടി ഉണ്ടായാൽ ഈ യുദ്ധത്തിന് സമാധാനപരമായ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനി ഇറാൻ കർക്കശമായ നിലപാടെടുക്കുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദം മുഴുവൻ പേറുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഈ ഇറാൻ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ആവശ്യങ്ങളിൽ എത്രത്തോളം ട്രംപ് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനിടയിലാണ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഭിന്നത ഉണ്ട് എന്ന തരത്തിൽ, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഫോൺ സംഭാഷണത്തിനിടയിൽ ചൂടേറിയ വാഗ്വാദങ്ങൾ ഉണ്ടായി എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ വരുന്നത്. അതിൻ്റെയും ആധികാരികത രണ്ട് നേതാക്കളും സമ്മതിച്ച് തന്നിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം അന്താരാഷ്ട്ര അംഗീകാരമുള്ള വാർത്താ ഏജൻസികളെല്ലാം തന്നെ, BBC അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തീരെ അടിസ്ഥാനമില്ല എന്ന് നമുക്ക് തള്ളിക്കളയാനാകില്ല. ഏതായാലും ഒരു കാര്യം അടിവരയിട്ട് പറയാം, ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം സംഘർഷം ഒരു നിർണായക വഴിത്തിരിവിലെത്തിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അത് ഒരു സമാധാന സന്ധിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് അതിമാരകമായ അതിഭീകരമായ ആക്രമണങ്ങൾക്ക് മുതിർന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളടക്കം ഇപ്പോൾ അനുഭവിക്കുന്ന യുദ്ധത്തിൻ്റെ കെടുതികൾ, അതായത് ഊർജ്ജ പ്രതിസന്ധി അടക്കം വലിയ രീതിയിലുള്ള ഇന്ധന വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിലും വരും നാളുകളിൽ അതിരൂക്ഷമാകാനുള്ള സാഹചര്യമാണ് വരുന്നത്.
നമ്മുടെ വ്യോമസേനയെ സംബന്ധിച്ചുള്ള ഒരു വിവരമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അതിൽ സുപ്രധാനമായ 3 വിവരങ്ങൾ ആണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ 2 കാര്യങ്ങൾ ഇലക്ട്രോണിക് വാർഫെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് യുദ്ധമേഖലയിൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന മുന്നേറ്റം. മറ്റൊന്ന്, നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റുമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായ ഒരു സംഗതി, നമ്മുടെ ദ റേ സ്ട്രൈക്ക് 9 എന്ന പേരിൽ പുതിയൊരു സംഭവം നമ്മുടെ വ്യോമസേനയ്ക്ക് കിട്ടുകയാണ്. പരാസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി ആണ് ഇത് വികസിപ്പിച്ചെടുത്തേക്കുന്നത്. DRDOയുടെ ചെസ് ലബോറട്ടറി, DRDO ഈ ഇലക്ട്രോണിക് വാർഫെയർ, അതായത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇലക്ട്രോണിക് വാർഫെയർ അതൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ചെസ് ലബോറട്ടറി. അപ്പോൾ അവരുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് പരാസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഈ ദ റേ സ്ട്രൈക്ക് 9 എന്ന് പറയുന്ന സംഗതി. ദ റേ, ആ പേരിൽ തന്നെ അതുണ്ട്. നമ്മൾ ഈ ഹോളിവുഡ് സ്റ്റാർ വാർ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഈ എക്സ്റേ പോലെയുള്ള ആയുധങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതേപോലെ ഉള്ളൊരു സംവിധാനമാണ് ദ റേ സ്ട്രൈക്ക് 9. ചുരുക്കി പറഞ്ഞാൽ ഈ സംഗതി ഉപയോഗിക്കുന്നത് നമ്മുടെ ഡ്രോണുകളുണ്ടല്ലോ. ഈ ഡ്രോണുകളെ സാധാരണഗതിയിൽ നമ്മൾ മിസൈലുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ വെടിവെച്ചിട്ടോയാണ് നമ്മൾ കീഴ്പ്പെടുത്തുക. പക്ഷേ ഇവിടെ ദ റേ സ്ട്രൈക്ക് 9 എന്ന് പറയുന്ന സംഗതി ഉപയോഗിച്ച് ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ദ റേ എന്നുള്ളത് പറഞ്ഞാൽ, ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് അത് അത്യന്താധുനിക ആയുധങ്ങൾ ഘടിപ്പിച്ച വിലയേറിയ ഡ്രോണുകളുമുണ്ട്, നിസാര വിലയ്ക്ക് തയ്യാറാക്കപ്പെടുന്ന ഡ്രോണുകളുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ നിരവധിയായ ഡ്രോണുകൾ നമ്മുടെ അതിർത്തിയിലേക്ക് അയച്ചിരുന്നു. അതിൽ കുറേയൊക്കെ വില കുറഞ്ഞ നിരീക്ഷണ ഡ്രോണുകളായിരുന്നു. അപ്പോൾ അതിങ്ങോട്ട് അയക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ വിലയേറിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ആകാശ് മിസൈൽ, S-400, അതേപോലെയുള്ള അത് വളരെ കോടികൾ വിലമതിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. അപ്പോൾ ഇത്തരം സംഗതികൾ, ഇത്തരം വില കുറഞ്ഞ ഡ്രോണുകൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അത് ഡ്രോണുകൾ എന്ന് കരുതി നമ്മുടെ ഇത്തരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, വലിയ സാമ്പത്തിക നഷ്ടം നമുക്കുണ്ടാകും. അപ്പോൾ അതൊരു യുദ്ധതന്ത്രവുമാണ്. നമ്മുടെ ഇത്തരം പടക്കോപ്പുകൾ അതില്ലാതാക്കാൻ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഡ്രോണുകളെ തുരത്താൻ, വില കുറഞ്ഞ ഡ്രോണുകളെ തുരത്താൻ സമാനമായ രീതിയിൽ ചെലവ് കുറഞ്ഞ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിലേക്കായിട്ടുള്ളൊരു മുതൽക്കൂട്ടാണ് ദ റേ സ്ട്രൈക്ക് 9. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേസർ സംവിധാനമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പം മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെല്ലാം അതിലൊരു ആയുധം നമ്മൾ റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നെങ്കിൽ വെടിയുണ്ട, അല്ലെങ്കിൽ അതിനെ തുരത്താൻ ഉപയോഗിക്കുന്ന മിസൈൽ സംവിധാനം ഉപയോഗിക്കണം. അപ്പോൾ അതിന് സാമ്പത്തിക ചെലവുണ്ട്, വലിയ രീതിയിലുള്ള പണച്ചെലവുണ്ട്. പക്ഷേ ഇത് ഈ ദ റേ സ്ട്രൈക്ക് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ബീം പുറപ്പെടുവിച്ചാണ് അതിനെ തകർക്കുന്നത്. അപ്പോൾ അത് ആ ആൻറ്റി ഡ്രോൺ, ആൻറ്റി മിസൈൽ ടെക്നോളജി എന്ന് പറയുന്ന മേഖലയിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ്. അതുകൂടാതെ ഇത് പ്രകാശത്തിൻ്റെ വേഗതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമായതുകൊണ്ട് തന്നെ നമ്മുടെ മേഖലയിലേക്ക് കടന്നു കയറുന്ന ആളില്ലാ വിമാനങ്ങളെയോ അല്ലെങ്കിൽ റോക്കറ്റുകളെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രോണുകളെയൊക്കെ തുരത്താൻ പര്യാപ്തമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇത് ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അതോടൊപ്പം ഇതിൻ്റെ പ്രവർത്തന ചെലവ് താരതമ്യേന മറ്റുള്ള പ്രതിരോധ സംവിധാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ് എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ ഇതിൻ്റെ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അവരാണ് ഈ ലേസർ സാങ്കേതിക വിദ്യയിൽ അഗ്രഗണ്യരായിട്ടുള്ളവർ. പക്ഷേ നമുക്ക് അവരെ ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. കാര്യം ഈ സംഗതികളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ചെലവ് വളരെ കുറവാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഈ ഇലക്ട്രോണിക് വാർഫെയറിൽ നമ്മൾ നടത്തുന്ന ശ്രദ്ധേയമായ മറ്റൊരു ചുവടുവെപ്പാണ് ആൽഫ എസ് എന്ന് പറയുന്ന ഒരു സംഗതി. അത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു ആളില്ലാ വിമാനമാണ് എന്ന് കരുതുക. ഇപ്പോൾ നമ്മുടെ വിമാന ഫൈറ്റർ ജെറ്റുകളുണ്ടല്ലോ, ഇപ്പോൾ സുഖോയ് ആണെങ്കിലും ശരി, റഫേൽ ആണെങ്കിലും ശരി, ശത്രുവിൻ്റെ വ്യോമ മേഖലയിൽ കടന്നു കയറി അവരുടെ ലക്ഷ്യം ഭേദിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും അതിന് സാധിക്കുകയും ചെയ്യാം. പക്ഷേ അതിനൊരു വലിയ രീതിയിലുള്ള ഒരു അപകട സാധ്യതയുണ്ട്. കാര്യം ഈ വിമാനങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് നിയന്ത്രിക്കുന്ന പൈലറ്റിൻ്റെ ജീവനെ അത് ബാധിക്കുന്ന പ്രശ്നമാണ്. പിന്നെ
ഒരു ഫൈറ്റർ ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശതകോടികൾ വില വരുന്ന ഒരു സംഗതിയുമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഈ ആൽഫ എസ് എന്ന് പറയുന്ന ഒരു സംഗതി, അതൊരു ആളില്ല വിമാനമാണ്. ഈ സംഗതി പറന്നു ചെന്ന് ലക്ഷ്യത്തേക്ക് അവിടെ ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു ഒരു യുദ്ധോപകരണം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇനി വ്യോമസേനയെ സംബന്ധിച്ച് വരുന്ന ഒരു നിർണായക അപ്ഡേറ്റ് തേജസ് യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ചാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് വിമാനങ്ങളുടെ തേജസ് ആദ്യ ബാച്ച് ഏതാണ്ട് 36 മാത്രമാണ് നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ളത്. അതിൽ അപകടങ്ങളൊക്കെ പറ്റി ഏതാണ്ട് 32 മാത്രമാണ് ഇപ്പോൾ ഓപ്പറേഷണൽ കപ്പാസിറ്റിയിൽ ഉള്ളത്. പിന്നെ നമ്മൾ തേജസിൻ്റെ മാർക്ക് 1 MK1 എന്ന സീരീസിൽപ്പെട്ട വിമാനങ്ങൾക്ക് 2021 2025 നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് വ്യോമസേന കരാർ കൊടുത്തിരുന്നു. 2021 ഏതാണ്ട് 83 വിമാനങ്ങൾ 48,000 കോടി രൂപയ്ക്കും 2025 97 വിമാനങ്ങൾ 62,370 കോടി രൂപയ്ക്കുമാണ് കരാർ കൊടുത്തത്. അപ്പോൾ ഇത് പ്രകാരം മൊത്തം 180 മാർക്ക് 1 തേജസ് വിമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ അതിൻ്റെ ഡെലിവറി പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ വ്യോമസേന പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം, അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തരുന്ന വിവരങ്ങൾ പ്രകാരം 5 വിമാനങ്ങൾ ഡെലിവറിക്ക് സജ്ജമായിട്ടുണ്ട്. പൂർണ്ണ സജ്ജമായി അതിൻ്റെ എല്ലാ തരം പരിശോധനകൾ പൂർത്തിയായി 5 വിമാനങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് വരുന്ന ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ വ്യോമസേനയുടെ ഭാഗമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിവരം. അപ്പോൾ എന്തുകൊണ്ട് ഈ തേജസ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഇത്ര കാലതാമസം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അമേരിക്ക ഒരു വലിയ ഘടകമാണ്. കാരണം ഈ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനമാണ്. പക്ഷേ അതിൻ്റെ എൻജിൻ ആ സാങ്കേതിക വിദ്യയിൽ നമുക്ക് വേണ്ട രീതിയിൽ മെച്ചപ്പെട്ട് വരാൻ സാധിച്ചില്ല. നമുക്ക് സ്വന്തമായി കാവേരി 2.0 എന്ന പേരിൽ സ്വന്തമായൊരു വിമാന എൻജിൻ നിർമ്മിക്കാനായിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ആ എൻജിന് ഒരു പുതിയ തലമുറയിലെ യുദ്ധവിമാനത്തിന് ആവശ്യമായ ത്രസ്റ്റ്, പ്രവേഗം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിദേശ കമ്പനിയായ അമേരിക്കൻ കമ്പനിയായ GE എന്ന് പറയുന്ന കമ്പനിയെ ആശ്രയിക്കേണ്ടി വന്നു. അവരുടെ 404 എന്ന സീരീസിൽപ്പെട്ട എൻജിനായിരുന്നു വേണ്ടത്. പക്ഷേ ഈ എൻജിൻ നമ്മുടെ ആവശ്യത്തിന് കിട്ടിയില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലഭ്യമാക്കാൻ ഈ GE എന്ന് പറയുന്ന കമ്പനി സന്നദ്ധമായില്ല. സമീപകാലത്താണ് അവിടെ നിന്നുള്ള എൻജിനുകളുടെ വരവ് സുഗമമാകാൻ തുടങ്ങിയത്. അപ്പോൾ നിലവിൽ നമ്മൾ ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പ്ലാന്റിൽ ഒരു വർഷം 24 വിമാനങ്ങൾ, നാസിക്കിലെ പ്ലാന്റിൽ ഒരു വർഷം 24 വിമാനങ്ങൾ വരെ നിർമ്മിക്കാനായിട്ടുള്ള അസംബ്ലി യൂണിറ്റൊക്കെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ വിമാനങ്ങളുടെ എൻജിൻ കൃത്യമായി കിട്ടുന്ന പക്ഷം നമ്മളതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും തേജസ് മാർക്ക് 1 എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള വിമാനം കൂടിയാണ്. അതിന് എയ്സ റഡാറും ഇലക്ട്രോണിക് വാർഫെയറും അടക്കമുള്ള സംഗതികളൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് അത്യന്താധുനിക തലത്തിൽ ഉള്ള അതായത് തേജസിൻ്റെ നിലവിൽ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായിരിക്കുന്ന വിമാനങ്ങളെക്കാൾ സാങ്കേതികമായി ഒരുപാട് അപ്ഡേഷനുകളൊക്കെ വരുത്തിയ നിലയിലാണ് ഈ മാർക്ക് 1 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാത്തിരിപ്പ് നീളുന്നത് സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാരണം നമ്മുടെ വ്യോമസേനയിലെ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പുതിയ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ അത് നമ്മൾ കൊണ്ടെത്തിക്കുന്ന സാഹചര്യം, പ്രതിസന്ധി വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് തേജസ് മാർക്ക് 1ൻ്റെ കാര്യത്തിൽ നിർണായകമായ അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിനുള്ളിൽ നമുക്കത് പൂർണ്ണമായി വീണ്ടും കിട്ടും. 180 മാർക്ക് 1 ശ്രേണിയിൽപ്പെട്ട 180 വിമാനങ്ങളാണ് കിട്ടേണ്ടത്. അതിനുശേഷം മാർക്ക് 2വിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അതിനും കുറേ കൂടി സാങ്കേതികമായി മെച്ചപ്പെട്ട തരത്തിലായിരിക്കും ആ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി ഈ മാർക്ക് 1ൻ്റെ പൂർണ്ണമായ നിർമ്മാണവും അതിൻ്റെ ഡെലിവറിയും പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക അപ്ഡേറ്റുകൾ വരുന്നു. ഏതായാലും പുതിയ ഈ 3 ആയുധങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വരും നാളുകളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതാം.
ലോകത്തെ മുഴുവനും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് എബോള വൈറസ് വ്യാപനം വലിയ രീതിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യാഘാതം, ഏറ്റവും വലിയ ദുരിതം ഉണ്ടാക്കിയിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലാണ്. അവിടെ ഇതുവരെ 600ഓളം കേസുകൾ അത് സംശയിക്കപ്പെടുന്നുണ്ട്. അതും സ്ഥിരീകരിക്കാനായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടക്കുകയാണ്. ഏതായാലും 139 പേർ ഈ രോഗലക്ഷണങ്ങളോടെ മരണപ്പെട്ടു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. പക്ഷേ ഈ കണക്ക് വലിയ രീതിയിൽ പെരുകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ രോഗലക്ഷണങ്ങൾ, ഈ വൈറസ് ശരീരത്തെത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് 21 ദിവസത്തിന് ശേഷം മാത്രമേ അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയുള്ളൂ. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളായ കടുത്ത പനി അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ. പക്ഷേ ഇത് കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ദരിദ്ര രാജ്യമാണ്. അവിടെ ഇത്തരം ആരോഗ്യ പ്രതിസന്ധികൾ സർവ്വസാധാരണമായതുകൊണ്ട് തന്നെ ഈ എബോള ബാധിതരായവരിൽ ഏറെയും അത് തങ്ങൾക്ക് ബാധിച്ച അസുഖം ഏതാണെന്ന് തിരിച്ചറിയപ്പെടാതെ മരണപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ചികിത്സകൾ തേടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇപ്പോൾ ഈ കണക്കാക്കിയ 600 സംശയിക്കുന്ന രോഗികളും 139 സംശയിക്കപ്പെടുന്ന എബോള മരണങ്ങളും ആ കണക്ക് ഇരട്ടിയാകും എന്നുള്ള, അല്ലെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി 51 പേരെ, ഏതാണ്ട് ഈ രോഗലക്ഷണങ്ങളുള്ള ആളുകളെ 51 പേരിൽ ഈ എബോളയാണെന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് കോങ്കോയിൽ. ഇതുകൂടാതെ തൊട്ടടുത്ത രാജ്യമായ ഉഗാണ്ടയിലും ഒരു 2 പേരിൽ ഈ രോഗവ്യാപനം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആശങ്കപ്പെടുന്ന സംഗതി ഈ എബോള വൈറസ് വ്യാപനം തടയാൻ പര്യാപ്തമായ വാക്സിൻ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറയുന്ന ഒരു റിപ്പോർട്ടുകൾ പ്രകാരം ഒരു വാക്സിൻ ഇനിയും തയ്യാറായി വരണമെങ്കിൽ മിനിമം ഒരു 6 മുതൽ 9 മാസം വരെ കാലതാമസമുണ്ട് എന്നുള്ളതാണ്. ഈ എബോള നമുക്കറിയാവുന്ന പോലെ 1976 കണ്ടുപിടിക്കപ്പെട്ട ഒരു രോഗമാണ്. പഴന്തീനി വവ്വാലുകൾ പരത്തുന്ന ഒരുതരം വൈറസാണ്. ഇപ്പോൾ നിലവിൽ ഈ എബോള വൈറസ് 4 തരം വകഭേദങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ സൈറെ എന്ന് പറയുന്ന ഒരു വകഭേദമാണ് സാധാരണഗതിയിൽ ഈ കോങ്കോയിൽ സർവ്വസാധാരണമായി കണ്ടിട്ടുള്ളത്. അത് ചികിത്സിക്കാവുന്നതാണ്, രോഗലക്ഷണങ്ങൾ വെച്ച് ഫലപ്രദമായി ചികിത്സിക്കാവുന്ന ഒരു വൈറസ് വകഭേദമാണ്. എന്നാൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് ബുന്ദിബുഗിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു വൈറസ് വകഭേദമാണ്. ഇതിന് നിലവിൽ രോഗലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുക എന്നല്ലാണ്ട് ഇത് വരാതിരിക്കാനായിട്ടുള്ള നമ്മുടെ വാക്സിൻ ലഭ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇനി 9 മാസത്തിനുള്ളിൽ ഒരു വാക്സിന് സാധ്യതയുണ്ട്. 2 വാക്സിനുകളാണ് ഈ രീതിയിൽ പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ അതിന് ക്ലിനിക്കൽ പരിശോധനകൾ വേണ്ടിവരും. ക്ലിനിക്കൽ പരിശോധനകൾ എന്ന് പറഞ്ഞാൽ രോഗിക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഘട്ടമാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ മൃഗങ്ങളിലോ അതേപോലെയുള്ള ജീവികളിലോ ഈ മരുന്ന് പരീക്ഷിച്ചിട്ട് പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ രോഗമുക്തി അടക്കമുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ക്ലിനിക്കൽ പരിശോധനകളിലേക്ക് കടക്കുക. ക്ലിനിക്കൽ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടം മനുഷ്യരിൽ, അതായത് ഈ രോഗം സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരിൽ ആദ്യം ഈ മരുന്ന് പ്രയോഗിക്കും. അതിനുശേഷം കുറച്ചുകൂടി ആ ഫലങ്ങൾ വിലയിരുത്തിയ ശേഷം കുറച്ചുകൂടി അധികം ആളുകളിലേക്ക് പരിശോധിക്കും. പിന്നീട് വീണ്ടും അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കും. പിന്നീട് ഇതിൻ്റെ പാർശ്വഫലങ്ങളും നിലവിൽ ഉള്ള മറ്റ് മരുന്നുകളുമായിട്ടുള്ള താരതമ്യം, അങ്ങനെ അടക്കം 4 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ ക്ലിനിക്കൽ പരിശോധനകൾ ക്ലിനിക്കൽ ടെസ്റ്റ് പൂർത്തിയാക്കുക. അപ്പോൾ ഇതിന് ശേഷം മാത്രമേ ഈ വാക്സിൻ നിലവിൽ ഉപയോഗിക്കാൻ സാധിക്കൂ. നിലവിൽ 2 വാക്സിൻ, അതായത് നേരത്തെ പറഞ്ഞ സൈറ എന്ന് പറയുന്ന എബോള വൈറസ് വകഭേദത്തിന് കൊടുക്കുന്ന വാക്സിനും അതേപോലെ കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ അസ്ട്രാസെനക എന്ന് പറയുന്ന കമ്പനി കോവിഡിനെതിരെ ഉപയോഗിച്ചിരുന്ന ഒരു വാക്സിനുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിലവിൽ ഈ ബുന്ദിബുഗിയോ വൈറസ് വ്യാപനമുള്ള മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ വിവരം ലഭ്യമല്ല. തൽക്കാലം മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ പനി പോലെ വരുന്ന ഒരു രോഗലക്ഷണം പിന്നീട് അത് ശ്വാസം മുട്ടലായിട്ടും പിന്നീട് രക്തം പോകുന്ന തരത്തിൽ വലിയ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിലോട്ടൊക്കെ മാറുന്നു എന്നുള്ളതാണ് എബോളയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ ബുന്ദിബുഗിയോ എന്ന് പറയുന്ന ഈ വൈറസ് വകഭേദം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതാണ്. അത് ശരീരസ്രവങ്ങളിലൂടെയാണ്. രോഗിയുമായി അടുത്ത സമ്പർക്കത്തിൽ ഇടപഴകി അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള വ്യാപനമാണ് ഉണ്ടാകുന്നത്. ഇതുകൂടാതെ ഈ വൈറസ് ബാധിച്ച് ആദ്യം മരിച്ചത് കഴിഞ്ഞ മാസമൊക്കെയാണ് ഇതിൻ്റെ ആദ്യം മരണം റിപ്പോർട്ട് ചെയ്ത് പിന്നീട് അത് രോഗസ്ഥിരീകരണം ഉണ്ടായത്
അതിന് മരണം സംഭവിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ അവിടുത്തെ പ്രാദേശിക ആചാരപ്രകാരമുള്ള മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ശുശ്രൂഷകളൊക്കെ ചെയ്യുകയും ചെയ്തവരിൽ രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷനായ ഡോക്ടർ ടെഡ്രോസ് അഥനോം അദ്ദേഹം ഇതിലൊരു വിശകലനം നടത്തുകയും ഒരു അനുമാനത്തിലെത്തുകയും ചെയ്തിട്ട് നിലവിൽ ഇത് ഒരു കൊറോണ സമാനമായി ഇതൊരു മഹാമാരി, ഒരു പാൻഡമിക് അല്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇത് നിലവിൽ നാഷണൽ ലെവലിലും റീജിയണൽ ലെവലിലും, അതായത് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഹൈ അലർട്ട് ഉണ്ടാക്കേണ്ട ഒരു സംഗതിയാണ്. എന്നാൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മഹാമാരിയായിട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വാറന്റൈൻ ചെയ്യുക, അതായത് ഈ നമ്മുടെ കൊറോണ വ്യാപന കാലത്ത് നമ്മൾ കണ്ടതാണല്ലോ, ചില പ്രദേശങ്ങൾ അടച്ചു പൂട്ടുന്ന പരിപാടി, അതൊന്നും തൽക്കാലം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ അതിർത്തികൾ അടച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആ രീതിയിലോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. പിന്നെ ഈ കോങ്കോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ആഭ്യന്തര സംഘർഷങ്ങൾ ധാരാളമുള്ള, അല്ലെങ്കിൽ പട്ടിണിയും ദാരിദ്ര്യവും ധാരാളമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളെല്ലാം തന്നെ വളരെ പരിമിതമാണ്. നിലവിൽ ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ട സ്ഥലത്ത് പോലും ആരോഗ്യ പ്രവർത്തകർക്ക് മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ, നമ്മളെ ഈ മുഖാവരണം മൊത്തത്തിൽ ആവരണം ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള വസ്ത്രങ്ങളോ പോലും പരിമിതമായ അളവിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ വളരെ ഉദാരമായി കോങ്കോയുടെ സഹായത്തിനെത്തുന്നുണ്ട്. ബ്രിട്ടൻ, UK സർക്കാർ ഏതാണ്ട് 20 മില്യൺ പൗണ്ട് കോങ്കോയ്ക്ക് വേണ്ടി ദാനം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പല സംഘടനകളും എത്തിയിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഈ കാര്യത്തിൽ വളരെ വിമർശന ബുദ്ധിയോടെയാണ് സമീപിക്കുന്നത്. നേരത്തെ തന്നെ ട്രംപ് ഭരണകൂടം ഈ ലോകാരോഗ്യ സംഘടനയെ ഈ കൊറോണ വ്യാപനത്തിൻ്റെ സമയത്തൊക്കെ വിമർശിക്കുകയും ആ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അമേരിക്ക ഈ ഘട്ടത്തിൽ ലോകാരോഗ്യ സംഘടന അല്പം ലേറ്റായിപ്പോയി, നിങ്ങൾ വളരെ വൈകിയാണ് ഇത് കണ്ടെത്തുകയും ചികിത്സിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതെന്നുള്ള വിമർശനം അമേരിക്ക ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിനോട് WHO അധ്യക്ഷനായ ടെഡ്രോസ് അഥനോം പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ പറയുന്നുണ്ട്. കാര്യം ഈ എബോള വൈറസ് വ്യാപനം ഉണ്ടായാൽ സാധാരണഗതിയിൽ ഉള്ള രോഗലക്ഷണം കടുത്ത പനിയും ചുമയും അതേപോലുള്ള ശാരീരിക അവസ്ഥകളാണ്. പക്ഷേ കോങ്കോ പോലെയുള്ള ഒരു ദുർബലമായ സാമ്പത്തിക ഘടനയുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ നിരവധിയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്തരം രോഗലക്ഷണങ്ങൾ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ വൈറസ് വ്യാപനം യഥാസമയം കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ നടപടിയെടുക്കുന്നതിനും കാലതാമസം ഉണ്ടായി. പക്ഷേ അതിനുശേഷം കാര്യമായ നടപടികൾ പുരോഗമിക്കുന്നു. ഏതായാലും ആശങ്ക ജനിപ്പിക്കുന്ന സംഗതിയാണ് എന്നുള്ളത് അടിവരയിട്ട് പറയണം. കാരണം നിലവിൽ ഈ എബോള വൈറസ് വ്യാപനത്തിന് ഈ ബുങ്കി ബുദിയോ എന്ന് പറയുന്ന വൈറസ് വകഭേദത്തിന് മരുന്നുകളില്ല. പക്ഷേ 1976 കണ്ടുപിടിക്കപ്പെട്ട ഒരു വൈറസ് എന്ന നിലയിൽ ഏതാണ്ട് 17 തവണ ഈ വൈറസ് വ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്ട് 1,00,000-ഓളം പേർ ഈ പല ഘട്ടങ്ങളിലായിട്ട് മരണപ്പെട്ടിട്ടുമുണ്ട്. അതേപോലെ ഈ ബുന്തി ബുഗിയോ എന്ന് പറയുന്ന വൈറസാണ് ഏറ്റവും മാരകമായിട്ടുള്ളത്. 2007-ലും 2012-ലും കോങ്കോയിൽ തന്നെ ഈ വൈറസ് വ്യാപനം ഉണ്ടാകുകയും വൈറസ് സ്ഥിരീകരിക്കപ്പെട്ട 1/3 പേരും മരണത്തിന് കീഴടങ്ങിയതായിട്ടാണ് രേഖ. ഈ എബോളയുടെ ചരിത്രം നോക്കുമ്പോൾ മൊത്തം രോഗബാധിതരിൽ 50% പേർ മരണത്തിന് കീഴടങ്ങിയതായിട്ടും രേഖകളുണ്ട്. പക്ഷേ ഒരു കാര്യം അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ വൈറസ് വ്യാപനം ഉണ്ടായാൽ അത് രോഗിയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി വളരെ നിർണായകമാണ്, രോഗപ്രതിരോധ ശേഷി വളരെ നിർണായകമാണ്. നിലവിൽ നമുക്ക് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. പക്ഷേ മതിയായ ആരോഗ്യാവസ്ഥയുള്ള മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ള ആൾക്ക് ഈ എബോള വൈറസ് ബാധയുണ്ടായാൽ അതിനെ അതിജീവിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും കോങ്കോയെ സംബന്ധിച്ച് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന സംഗതികൾ വരുന്നു. അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കട്ടെ എന്ന് തൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കുകയേ നിവൃത്തിയുള്ളൂ.